ഹായ്. ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടീൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇങ്ങനെയായിരുന്നു. ഒരു സ്ത്രീ ഇക്വാലിറ്റിനെ പറ്റി സെമിനാർ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുരുഷൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, സ്ത്രീകൾക്ക് ബസ്സിൽ സംവരണം കൊടുക്കുന്നുണ്ടല്ലോ അതെന്തിനാണെന്ന്. അപ്പോൾ ഈ സ്ത്രീ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബസ്സിൽ വെച്ചൊരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അയാൾ ഇല്ലയെന്ന് പറഞ്ഞു. അവിടെ കൂടി നിന്നിട്ടുള്ള മുഴുവൻ പുരുഷന്മാരും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് അവിടെ സംവരണം കൊടുത്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സംവരണവും സംരക്ഷണവും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ ഇക്വാലിറ്റി പറ്റി സംസാരിക്കാൻ പാടുണ്ടോ? ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമത്വമല്ലേ? ആണായാലും പെണ്ണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും വലിയവനായാലും ചെറിയവനായാലും റിച്ച് ആയാലും പൂറായാലും എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളതാണല്ലോ ഇക്വാലിറ്റീൻ്റെ ആപ്തവാക്യം. എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ സംവരണവും പ്രയോറിറ്റിയും പ്രിവിലേജും സാധനങ്ങളൊക്കെ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത് ഇക്വാലിറ്റിയെ പറ്റിയിട്ടല്ല, ഇക്വിറ്റിയെ പറ്റിയിട്ടല്ലേ. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ആവശ്യമുള്ളത് ആവശ്യാനുസരണം കൊടുക്കുക എന്നുള്ളതല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ 2 ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും, വേറെ ആൾക്ക് 3, അടുത്ത ആൾക്ക് 5, അടുത്ത ആൾക്ക് 10. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു 5 ചപ്പാത്തി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതാണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ 5 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം കഴിക്കുന്ന ആൾ 3 വേസ്റ്റ് ആക്കും, 3 കഴിക്കുന്നവർ 2 വേസ്റ്റ് ആക്കും, 5 കിട്ടിയ ആൾ ഹാപ്പി ആയിരിക്കും, 10 കിട്ടിയ ആൾക്ക് അയാൾക്കൊന്നും ആവില്ല. എന്നാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വേണ്ടവർക്ക് 10 കൊടുക്കുക, 5 വേണ്ടവർക്ക് 5 കൊടുക്കുക, 3-ന് 3, 2-ന് 2 കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളത് ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം കൊടുക്കുക. ശരിക്കും സ്ത്രീകൾക്ക് ചില കാര്യങ്ങളിൽ പ്രിവിലേജ് കിട്ടണം, ചില കാര്യങ്ങളിൽ സംവരണം വേണം, ചില കാര്യങ്ങളിൽ അവർ പ്രൊട്ടക്റ്റഡ് ആവണം, ചില കാര്യങ്ങളിൽ അവർക്ക് ഇക്വാലിറ്റി വേണം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ ഇക്വാലിറ്റിയെ പറ്റി മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല സംവരണങ്ങളും പല അവകാശങ്ങളും പല മുൻഗണനകളും ഒഴിവാക്കില്ലേ? പുരുഷന്മാർ ആ ഒരു ലെവലിലേക്ക് എത്തിച്ച് ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത് ഇക്വിറ്റിയെ പറ്റിയിട്ടല്ലേ.